നിങ്ങളുടെ സെയിൽസ് ക്ലോസിംഗ് സ്കില്ല് കൂട്ടണോ എങ്കിൽ ദാസ് പ്രോട്ടോകോൾ ഇംപ്ലിമെന്റ് ചെയ്യൂ. എന്താണ് ദാസ് പ്രോട്ടോകോൾ? പറയാം. ഡി, ഡയഗ്നോസ്. ഒരു സെയിൽസ് കോൺവെർസേഷനിൽ ആദ്യം ചെയ്യേണ്ട കാര്യം കസ്റ്റമറെ ഡയഗ്നോസ് ചെയ്യുക. എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം? കസ്റ്റമറുടെ പ്രോബ്ലം ചോദിച്ച് മനസ്സിലാക്കുക. ഒരു ഡോക്ടർ രോഗിയോട് പ്രോബ്ലംസ്, അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയന്റിന്റെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അടുത്തത് എ, ആംപ്ലിഫൈ. നിങ്ങൾക്കിപ്പോൾ ക്ലയന്റിന്റെ പ്രശ്നങ്ങൾ മനസ്സിലായി. ഇനി ആ പ്രശ്നങ്ങളെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യുക. അദ്ദേഹത്തിന്റെ ആ പ്രോബ്ലം എത്രത്തോളം ഡീപ്പാണെന്ന് കസ്റ്റമർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണെന്നിരിക്കട്ടെ. നിങ്ങളുടെ ക്ലയന്റിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ആഴ്ചയിൽ ഒരു കസ്റ്റമറെ വീതം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്ന് കരുതുക. എങ്കിൽ നിങ്ങൾ പറയേണ്ടത്, താങ്കൾക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാത്തത് കൊണ്ട് ഒരു ക്ലയന്റിനെ വീതമാണ് ആഴ്ചയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയല്ല, മറിച്ച് താങ്കൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്ലൈ ചെയ്യാത്തത് കൊണ്ട് വർഷം 52ഓളം സെയിലുകൾ താങ്കൾക്ക് മിസ്സാകുന്നു. ഒരു സെയിലിൽ നിന്ന് 10,000 രൂപയോളം പ്രോഫിറ്റ് താങ്കൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ വർഷം 5,20,000 രൂപയോളം നഷ്ടമാണ് ഈ മിസ്സായി പോകുന്ന കസ്റ്റമറിലൂടെ താങ്കൾക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ പ്രോബ്ലം ആംപ്ലിഫൈ ആയി. ഇനി അടുത്തത് യെസ്, സോൾവ്. എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? നമ്മളുടെ പ്രോഡക്റ്റോ സർവീസോ ആണ് സൊല്യൂഷനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ക്ലയന്റിന്റെ ഈ പ്രോബ്ലത്തിനുള്ള ഏറ്റവും ബെസ്റ്റ് ആൻഡ് എഫക്റ്റീവ് സൊല്യൂഷനാണ് നമ്മളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്ന് ക്ലയന്റിനെ മനസ്സിലാക്കുക. ഇപ്പോൾ ദാസ് പ്രോട്ടോകോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സെയിൽസ് ക്ലോസിംഗിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇത് നിങ്ങളുടെ സെയിൽസ് സ്കില്ല് വളരെയധികം ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും.